ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. നമ്മളപ്പോഴത്തേക്ക് ഇടിച്ചക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത്, അതോടൊപ്പം തന്നെ നല്ല ജീരകം വേണം, വെളുത്തുള്ളി വേണം, ഉള്ളി വേണം, അതുപോലെ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ആവശ്യത്തിന് മാത്രം, നമ്മുടെ ചക്കയുടെ എത്രത്തോളം ചക്ക എടുത്തിരിക്കും അതിനനുസരിച്ചുള്ള ആവശ്യത്തിന് മാത്രം എടുക്കുക. എന്നാൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചക്ക ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചക്ക ഇടിയനിൽ വെച്ച് നല്ലപോലെ ഇടിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇടിച്ചക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അരപ്പ്, നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നതും വരെ അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിലയും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇടിച്ചക്ക കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മങ്കടക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സ്പെഷ്യൽ ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ തൈരും ബീട്രൂട്ടും കഴിക്കട്ടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക ഞാൻ ഇച്ചിരി എടുത്തു. ചോറിനോടൊപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. സൂപ്പർ അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോറും ഇടിച്ചക്കയൊക്കെ കൂടെ കഴിക്കുമ്പോൾ.